അടുത്തായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചോദ്യം ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ 2 പോയിൻറ്റുകളുണ്ട്, 1,2ഉം 3,6ഉം. സോ ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ മേക്ക് ചെയ്യാം എന്ന് നോക്കാം. സോ അത് ചെയ്യുന്ന കാര്യം തന്നേക്കുന്ന ലൈൻ 1,2 ആണ്, അതിനുള്ള പേര് കൊടുക്കുന്നു x1 y1 എന്നും, രണ്ടാമത്തെ പോയിൻറ്റിനും പേര് കൊടുത്തു x2 y2 എന്നും പേര് കൊടുത്തു. സോ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഡിറ്റർമിനൻ്റ് ആദ്യത്തെ റോയിൽ വരിക എക്സ് വൈ 1ഉം, രണ്ടാമത്തെ റോയിൽ x1 y1 1, മൂന്നാമത്തെ റോയിൽ x2 y2 1 = 0. ഇതാണ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അത് പഠിച്ച് വെച്ചേക്കുക. സോ അവിടെ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് 2 പോയിൻറ്റുകൾ x1 y1 ഉണ്ട്, x2 y2 ഉണ്ട്. സോ എന്ത് ചെയ്യുക, ഇക്വേഷനകത്തൊക്കെ വാല്യൂ കൊടുക്കാം. സോ ഇവിടെ ആദ്യത്തെ റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, എക്സ് വൈ 1 അതുപോലെ. രണ്ടാമത്തെ റോയിൽ ഇവിടുത്തെ x1നും y1ൻ്റെയും വാല്യൂ നമുക്കുണ്ട് 1,2 ആണ്. സോ എന്ത് ചെയ്തു, അവിടെ x1ന് പകരം 1 എന്നും y1ന് പകരം 2 എന്നും കൊടുത്തു. ലാസ്റ്റ് വാല്യൂ 1 ആണ്. വീണ്ടും മൂന്നാമത്തെ റോയിൽ x2 y2 1 ആണ്. അവിടെ എന്ത് ചെയ്യുക, x2ൻ്റെ വാല്യൂ 3ഉം y2ൻ്റെ വാല്യൂ 6ഉമാണ്. സോ അവിടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 3, 6, 1 എന്ന് വരും, = 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക, ഇത് ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യണം. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് കുറച്ചോളം മെത്തേഡ് കൊടുത്തേക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആയി കാണും. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യമേ ആദ്യത്തെ എലമെൻറ്റ് എടുക്കുക. സോ ഇവിടെ x ഇൻറ്റു ഇനി x വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്താൽ ബാക്കി 4 വാല്യൂസ് ഇവിടെ ഡയറക്റ്റ് അങ്ങ് എഴുതാണ് വാല്യൂ. അതായത് 2 × 1 2 നടക്കും മൈനസ് 6 × 1 6. ഇവിടെ ഒരു ഡിറ്റർമിനൻ്റ് വരച്ച ചെയ്ത് കൊടുത്താൽ നേരം എന്ത് ചെയ്യുക, ആ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്. സോ രണ്ടാമത്തെ y നെഗറ്റീവ് എടുക്കേണ്ടത് -y ഇൻറ്റു ഇനി y വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കി വാല്യൂസ് എന്ത് ചെയ്യുക, ഡയഗണൽ വൈസിൽ ക്രോസ് ചെയ്യാം. സോ 1 × 1 1 എന്ന് വരും, നടക്കും -3 × 1 3 എന്ന് വരും. അപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വാല്യൂ 1 ആണ്, പ്ലസ് 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കി വാല്യൂ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുകയാണെങ്കിൽ 1 × 6 6 മൈനസ് 3 × 2 6 എന്ന് വരും. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വരികയാണെങ്കിൽ 2x - y = 0 എന്ന് കിട്ടും. അതിൽ നിന്ന് ഈ ഒരു -y ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ +y എന്ന് വരും. അതായത് y = 2x എന്ന് വരും. അതായിരിക്കും നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മറന്നുപോലെ ഇതൊന്ന് എഴുതി വെച്ചേക്കുക. 2 പോയിൻറ്റുകൾ തരികയാണെങ്കിൽ x1 y1 x2 y2 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ 2 ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. സോ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ജസ്റ്റ് വാല്യൂ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വീണ്ടും എന്തുണ്ട്, 2 പോയിൻ്റ് ഉണ്ട്, 3,1ഉം 9,3ഉമാണ്. വീണ്ടും എന്ത് ചെയ്യുക, പോയിൻ്റ് പേര് കൊടുക്കുന്നു. ആദ്യത്തെ പോയിൻ്റ് x1 y1 എന്നും, രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ x2 y2 എന്ന് എടുത്തു. വീണ്ടും എന്ത് ചെയ്യുക, ഇത് ഈ ഇക്വേഷന് നമ്മൾ വാല്യൂ കൊടുക്കുക. x1 y1ന് പകരം 3,1 എന്നും x2 y2ന് പകരം 9,3 എന്നും വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് ഇതുപോലെ ആയിരിക്കും എടുക്കുക. x y1 ആദ്യത്തെ റോയിൽ, രണ്ടാമത്തെ റോയിൽ 3 1 1, മൂന്നാമത്തെ റോയിൽ 9 3 1 ആയിരിക്കും, = 0 ആണ്. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ടേം x ആണ്, x ഇൻറ്റു അത് വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കി 4 വാല്യൂ ഡിറ്റർമിനൻ്റ് എടുക്കുക. അതായത് 1 × 1 1 എന്ന് വരും, നടക്കും മൈനസ്. ഇനി ഇങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ 3 × 1 3 എന്ന് വരും. രണ്ടാമത്തെ വാല്യൂ ഇവിടെ y ആണ്, അത് നെഗറ്റീവ് എടുക്കണ്ടേ, -y ഇൻറ്റു വീണ്ടും y വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തു ബാക്കി 4 വാല്യൂസ് ഡിറ്റർമിനൻ്റ് എടുക്കുക. സോ 3 × 1 3 എന്ന് വരും, നടക്കും മൈനസ്. ഇനി 9 × 1 9 എന്ന് വരും. വീണ്ടും അടുത്ത വാല്യൂ +1 ആണ്. സോ +1 ഇൻറ്റു വീണ്ടും 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കി വാല്യൂവിൻ്റെ ഡിറ്റർമിനൻ്റ്. സോ 3 × 3 9 എന്ന് വരും, -1 × 9 9 എന്ന് കിട്ടും, = 0 ആണ് ഇക്വേഷനകത്തുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, 2 സ്റ്റെപ്പായിട്ട് എഴുതി പോവാം. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ x - 3y = 0 എന്ന് കിട്ടും. സോ അതായിരിക്കും നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ ബാക്കി ഒരു 5ാമത്തെ ചോദ്യമുണ്ട്. ഞാൻ 2 ക്വസ്റ്റ്യൻ വിട്ടിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. ബാക്കി ഒരുവിധം മോഡലെല്ലാം നമ്മൾ ചെയ്ത് തന്നെ പോകുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് ഒരു ഇക്വേഷനാണ് പഠിച്ചത്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചു നിർത്തി. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു 3 പോയിൻറ്റുകൾ തമ്മിൽ തന്നു കഴിഞ്ഞാൽ ആ 3 പോയിൻറ്റ് കൊളിനിയർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം, അതോടൊപ്പം തന്നെ 2 പോയിൻറ്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. സോ നമ്മൾ അടുത്ത ഒരു കൺസെപ്റ്റ് പറയുന്നത് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ആണ്.
അതായത് ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ മൈനർ എന്താണെന്നും അല്ലെങ്കിൽ കോഫാക്ടർ എന്താണെന്നുമാണ് ഇനി നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ആദ്യം പറയാം, മൈനർ എന്ന് വെച്ചാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ MIJ കൊണ്ടും കോഫാക്ടേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ AIJ കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഒരു ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റിനും മൈനറും ഉണ്ടാകും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഫാക്ടർ ഉണ്ടാകും. അതായത് ഡിറ്റർമിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനും മൈനേഴ്സും ഉണ്ട്, കോഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതൊരു എക്സാമ്പിളിൽ കൂടെ എന്താണെന്ന് പറയാം. അപ്പോൾ ഞാൻ എടുത്തൊരു ഡിറ്റർമിനൻ്റ് ഇതാണ്, ഒരു 2/2 ഡിറ്റർമിനൻ്റ് ആണ്. ആദ്യത്തെ റോയിൽ 1,2ഉം രണ്ടാമത്തെ റോയിൽ 3,4ഉമാണുള്ളത്. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ ഞാൻ പറഞ്ഞു ഓരോ എലമെൻറ്റിനും എന്തുണ്ട്, മൈനറും കോഫാക്ടറും ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് A11 ആണ്. സോ ഇവിടെ 1ന് മൈനറുണ്ട്, 2ന് മൈനറുണ്ട്, 3ക്ക് മൈനറുണ്ട്, 4ന് എന്തുണ്ട്, മൈനറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ M11 എന്ന് വെച്ചാൽ ആദ്യത്തെ 11 എന്ന് പറയുന്ന ആദ്യത്തെ 1 എന്ന എലമെൻ്റാണ്. സോ ആ എലമെൻറ്റിൻ്റെ മൈനറാണ് M11. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 2/2 ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ സോ ഇവിടുത്തെ ആദ്യത്തെ 1ൻ്റെ മൈനറാണ് വേണ്ടത്. അപ്പോൾ ആ 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി ഇവിടെ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ 4, ആ 4 അതുപോലെ എഴുതുക. ആ 4 ആയിരിക്കും M11ൻ്റെ മൈനർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ അടുത്തതെന്ന് വെച്ചാൽ M12 എന്ന് വെച്ചാൽ അതാണ്ട് രണ്ടാം നിറ ഈ എലമെൻ്റാണ്. ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് M12. സോ ഇവിടെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 2 ആണ്. നമുക്ക് വേണ്ടത് 2ൻ്റെ മൈനറാണ് വേണ്ടത്. എന്ത് ചെയ്താൽ മതി, ആ 2 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി അവിടെ ഒരു ഒറ്റ എലമെൻറ്റേ കാണും 3, ആ 3 ആയിരിക്കും അതിൻ്റെ മൈനർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യുക, M21 എന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ കോളം, രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 3 ആണ്. സോ 3യുടെ മൈനർ വേണം. എന്ത് ചെയ്താൽ മതി, ആ 3 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി ഒരു ഒറ്റ എലമെൻറ്റ് എവിടെ കാണുള്ളൂ, 2 ആണ്. സോ 2 തന്നെ ആയിരിക്കും അതിൻ്റെ മൈനർ എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ M22 എന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് അത് 4 ആണ്. സോ 4ൻ്റെ മൈനർ വേണം. എന്ത് ചെയ്യുക, 4 വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ വരുന്ന ഒരേ ഒരു എലമെൻറ്റ് 1 ആയിരിക്കും. നാണ്ടെ ഈ റോയും കോളും കളഞ്ഞാൽ ബാക്കി 1 മാത്രമേ ഉള്ളൂ. സോ 1 ആയിരിക്കും M22 എന്ന് പറയുന്ന എലമെൻറ്റ്, മൈനർ ഓഫ് 22 എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ 2/2 ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ മൈനർ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആ എലമെൻറ്റ് വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും മൈനർ. ഇനി അടുത്തായിട്ട് വേണ്ടത് കോഫാക്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് കോഫാക്ടറും ഉണ്ട്. സോ ഈ ഇക്വേഷൻ ആദ്യം പഠിച്ച് വെച്ചേക്കുക. കോഫാക്ടർ AIJ എന്ന് പറയുന്നത് -1/i+j ഇൻറ്റു MIJ ആയിരിക്കും. അതായത് കിട്ടിയ നമ്മുടെ മൈനർ, ആ മൈനറിനെ നമ്മൾ എന്ത് ചെയ്യുക, -1/i+j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോഫാക്ടർ കിട്ടും. ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതായത് A11 എന്ന് വെച്ചാൽ ആദ്യത്തെ എലമെൻറ്റിൻ്റെ മൈനറാണ് വേണ്ടത്, കോഫാക്ടറാണ് വേണ്ടത്. സോ ഇക്വേഷൻ ഇതാണ് -1/i+j. IJ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 1 ആദ്യത്തെ 1 ആണ് I, രണ്ടാമത്തെ I ആണ് J, എൻ്റെ റോയും കോളും കറസ്പോണ്ടിങ്. സോ -1/, ഇവിടെ 1+1 എന്ന് വരും. സോ 2 എന്നായിരിക്കും പവർ വരിക, ഇൻറ്റു MIJ ആണ്. MIJയുടെ വാല്യൂ ഇവിടെ 4 ആണ്, M11ൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി -1/2 ആണ്. ഇപ്പം പവർ എന്തായിരിക്കും, നെഗറ്റീവിൻ്റെ പവറിൽ ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും പോസിറ്റീവായിരിക്കും. സോ ഈ നമ്പർ എപ്പോഴും പോസിറ്റീവാണ്. സോ +4 എന്ന് വരും ആൻസർ. അടുത്തായിട്ട് വേണ്ടത് A12 ആണ്. അതായത് ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ വേണം. അപ്പോഴെന്ത് ചെയ്യും, -1/i+j. ഇവിടെ ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2ഉം ആണ്. അപ്പോൾ I+jയുടെ വാല്യൂ 3 എന്ന് വരും പവറിൽ. -1/3 ഇൻറ്റു അടുത്ത വരിക M12 വരെ. ഇവിടെ 12 ആയതുകൊണ്ട് M12 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര, അതിൻ്റെ വാല്യൂ 3 ആണ്. സോ 3 കൊടുത്തു കഴിഞ്ഞാൽ -1/3 എന്നാണ് വന്നത്. -1ൻ്റെ പവറിൽ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ്, ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ്. സോ ഇത് എന്തായിരിക്കും, -3 എന്ന് തന്നെ ആൻസർ കിട്ടും. അടുത്തായിട്ട് A21 വേണം. ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, -1/i+jയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 2+1 3 ആയതുകൊണ്ട് ഇൻറ്റു ഇവിടെ വരുന്ന A21 ആണ് വരിക. M21 ആണ് വരിക. M21 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 2 ആണ്. സോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ -1³ ഇൻറ്റു 2 എന്ന് വരും, അതിൻ്റെ വാല്യൂ -2. വീണ്ടും നോക്കുകയാണെങ്കിൽ A22 ആണ് വേണ്ടത്. -1/i+jയുടെ വാല്യൂ 4 എന്ന് വരും. അത് 2+2ൻ്റെ വാല്യൂ 4 ഇൻറ്റു ഇവിടെ വരിക M22 വരിക. M22 വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 1 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ മൈനറും കോഫാക്ടർ എന്ന് പറയുക. അപ്പോൾ ഒരു 2/2 ഡിറ്റർമിനൻറ്റിൻ്റെ മൈനറും കോഫാക്ടറും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അടുത്തായിട്ട് ഇനിയുള്ളത് 3/3 ഡിറ്റർമിനൻ്റ് ആണ്.
സോ ഒരു 3/3 ഡിറ്റർമിനൻറ്റിൻ്റെ കോഫാക്ടേഴ്സും മൈനറും എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി പറയാൻ വേണ്ടി ഒരു ഡിറ്റർമിനൻ്റ് എഴുതിയേക്കുകയാണ്. ആദ്യത്തെ റോയിൽ 1 2 1ഉം രണ്ടാമത്തെ റോയിൽ 3 1 2ഉം മൂന്നാമത്തെ റോയിൽ 1 4 3ഉമാണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ എലമെൻറ്റ് M11 ആണ് വേണ്ടത്. അതായത് 11 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ ആദ്യത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 1 ആണ്. 1ൻ്റെ മൈനർ, അതാണ് M11 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനറാണ് വേണ്ടത്. സോ ആ 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവും പോയി ബാക്കി ഇവിടെ നമുക്ക് 4 എലമെൻറ്റ്സ് കിട്ടും. സോ കിട്ടുന്ന ഈ ഒരു 4 എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മുടെ 1 2 4 3 ആണ് 4 എലമെൻറ്റ്. 1 2 4 3 ഈ 4 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. സോ അതായത് ക്രോസ് ചെയ്താൽ 1 × 3 3 നടക്കും, മൈനസ് 4 × 2 8 എന്ന് വരും. 3 - 8 -5 ആയിരിക്കും. സോ -5 ആണ് ഇവിടെ M11, അതായത് ആദ്യത്തെ 1ൻ്റെ മൈനർ. വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റേവിടുത്തെ ഒരു എലമെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ആകുമ്പോൾ 4 എലമെൻറ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, 4 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. സോ അടുത്ത നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. M12 ആണ്. അപ്പോൾ ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ്. സോ ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 2 ആണ്. 2ൻ്റെ മൈനറാണ് വേണ്ടത്. എന്ത് ചെയ്യുക, 2 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി 4 വാല്യൂസ് ഉണ്ടായിരിക്കും. 3 2 1 3 ആയിരിക്കും. 3 2 1 3 ആണ് 4 എലമെൻറ്റ്സ്. സോ ഈ 4 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ 3 × 3 9 മൈനസ് 1 × 2 2 എന്ന് വരും. 9 - 2ൻ്റെ വാല്യൂ 7 ആണ് മൈനർ കിട്ടുക. അടുത്തായിട്ട് നമുക്ക് S2 എന്നൂടെ ചെക്ക് ചെയ്യാം. M32 ആണ് വേണ്ടത്. M32 എന്ന് വെച്ചാൽ മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ്. മൂന്നാമത്തെ റോ ഇതാണ്. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 4 ആണ്. സോ 4ൻ്റെ മൈനറാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 4 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തതിൽ ബാക്കി അവിടെ 1 1 3 2 4 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ കിട്ടിയ 4 എലമെൻറ്റ് 1 1 3 2ൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. സോ ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 1 × 2 2 മൈനസ് 3 × 1 3 എന്ന് കിട്ടും. സോ 2 - 3യുടെ വാല്യൂ -1 ആണ്. -1 ആയിരിക്കും M32ൻ്റെ മൈനർ എന്ന് പറയാം. അത്രയേ ഉള്ളൂ മൈനർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ബാക്കി വാല്യൂസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. M33യുടെയും M23യുടെയൊക്കെ മൈനർ കണ്ടുപിടിച്ച് നോക്കുക. സോ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് കോഫാക്ടറാണ്. ഈ കിട്ടിയ 3 എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പഴയത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. Aij എന്ന് പറയുമ്പോൾ -1⁻i + j × Mij ആണ് ഇക്വേഷൻ. സോ നമുക്ക് A11 കണ്ടുപിടിച്ച് വെക്കാം. അതായത് ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടറാണ്. സോ ഇക്വേഷൻ അത് വരുന്നത് -1⁻i + j ആണ്. ഇവിടെ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് -1⁻2 എന്ന് വരും. ഇൻറ്റു Mij വരും, അത് M11. M11 വാല്യൂ കണ്ടുപിടിച്ചിരുന്നു -5 ആണ്. ഇവിടെ എന്ത് ചെയ്തു, അതിന് പകരം വാല്യൂ എടുത്തു -5 എന്ന്. ഇതാണ് -1ൻ്റെ സ്ക്വയർ 1 ആണ്. 1 × -5 -5 എന്ന് കിട്ടും. സോ അടുത്തായിട്ട് വേണ്ടത് A12 ആണ്. സോ A12ൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരിക -1⁻i + j. ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 2ഉം ആണ്. അപ്പോൾ -1⁻i + j എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. ഇൻറ്റു അടുത്ത് വരിക M12 വരിക. M12 എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. M12ൻ്റെ വാല്യൂ 7 ആണ്. സോ വാല്യൂ കൊടുത്തു 7 എന്ന്. നേരത്തെ പറഞ്ഞിരുന്നു -1ൻ്റെ പവറിൽ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും. സോ ഇത് -1 തന്നെയാണ് ഇതിൻ്റെ വാല്യൂ. -1 × 7 -7 എന്ന് കിട്ടും. അടുത്തായിട്ട് A32 ആണ് വേണ്ടത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ -1⁻i + j എന്ന് വരും. ഇവിടെ ഐയുടെ വാല്യൂ 3ഉം ജെയുടെ വാല്യൂ 2ഉം ആണ്. സോ -1⁻5 ഇൻറ്റു അടുത്ത് വരിക M32 എന്നാണ് വരിക. ഇവിടെ 32 ആയതുകൊണ്ട് M32 എന്നായിരിക്കും വരിക കൂടെ. സോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് -1 ആണ് M32ൻ്റെ വാല്യൂ. സോ എന്ത് ചെയ്ത് വാല്യൂ കൊടുത്ത് -1 എന്ന് കൊടുത്തു. ഇനി -1⁻5ൻ്റെ വാല്യൂ വീണ്ടും പവർ വന്നേക്കുന്ന ഓഡ് നമ്പർ തന്നെയാണ്. അപ്പം എന്താ ഇത് ഉറപ്പായിട്ട് നെഗറ്റീവ് ആയിരിക്കും. -1 തന്നെ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. -1 × -1 + 1 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ കോഫാക്ടർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നത് എക്സസൈസ് 4.4 ആണ്. സോ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നേക്കുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഡിറ്റർമിനൻറ്റ് P എന്ന് എടുക്കുകയാണെങ്കിൽ P = ഡിറ്റർമിനൻറ്റ് 2 - 4 0 3 ആണ് തന്നേക്കുന്ന ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് 2/2 ഡിറ്റർമിനൻറ്റിൻ്റെ മൈനസും കോഫാക്ടേഴ്സുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, മൈനസ് കണ്ടുപിടിക്കുക. ഇവിടെ മൊത്തം 4 എലമെൻ്റ് ഉണ്ട്. ആദ്യത്തെ എലമെൻറ്റ് A11 അതായത് 2 ആണ്.
സോ ആദ്യം നമുക്ക് 2ൻ്റെ മൈനർ വേണം. അതായത് A11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് മൈനർ M11 ആണ്. അപ്പോൾ M11 ആണ് ആദ്യത്തെ എലമെൻറ്റിൻ്റെ മൈനർ. സോ ഇവിടെ നമുക്ക് 2ൻ്റെ മൈനറാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ 2 വരുന്ന റോയും ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവുമാണ്. സോ ആ 2 റോയും കോളവും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, 3 ആണ്. സോ 3 ആയിരിക്കും നമ്മുടെ M11 എന്ന് പറയുന്ന എലമെൻറ്റ്. സോ കിട്ടി, ആദ്യത്തെ എലമെൻറ്റിൻ്റെ മൈനർ കിട്ടി, 3 ആണ്. അടുത്തായിട്ട് M12 ആണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റാണ് 4 ആണ്. സോ 4ൻ്റെ മൈനർ വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ 4 വരുന്ന റോയും കോളവും ഒഴിവാക്കുക. 4 വരുന്ന റോയും കോളും ഒഴിവാക്കിയാൽ ബാക്കി അവിടെ 0 മാത്രമേ ഉള്ളൂ. സോ 0 ആയിരിക്കും M12ൻ്റെ വാല്യൂ. അതുപോലെ M21 വേണം. M21 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളം, രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 0 ആണ്. 0യുടെ മൈനറാണ് M12 എന്ന് പറയാം, M21 എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, ആ 0 വരുന്ന റോയും കോളവും ഒഴിവാക്കുക. ബാക്കി ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, 4 -4. സോ -4 ആയിരിക്കും M21 എന്ന് പറയുന്ന എലമെൻറ്റ്. അടുത്തായിട്ട് വേണ്ടത് M22 ആണ്. അതായത് രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റിൻ്റെ മൈനർ. അപ്പോൾ രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ 3 ആണുള്ളത്. സോ 3യുടെ മൈനറാണ് M22 എന്ന് പറയുന്നത്. അപ്പോൾ 3 എടുക്കുക, 3 വരുന്ന റോയും കോളവും ഒഴിവാക്കുക. ബാക്കി അവിടെ 2 എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ M22ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് 4 എലമെൻസിൻ്റെയും മൈനർ കിട്ടി. അടുത്തായിട്ട് വേണ്ടത് ഇതിൻ്റെ എല്ലാം കോഫാക്ടേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കോഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ P, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് A എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ P ആ കൊടുത്തേക്കുക. സോ Pij = -1/i+j ഇൻറ്റു Mij ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ ഐയും ജെ എന്ന് വെച്ചാൽ റോയും കോളവുമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ എലമെൻ്റ് എന്ന് വെച്ചാൽ P11 ആണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ വേണം. അപ്പോൾ നിങ്ങളിങ്ങനെ ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, M11 എടുക്കുക. ഈ ഒരു എലമെൻറ്റിൻ്റെ ഈ വാല്യൂ തന്നെയായിരിക്കും കോഫാക്ടറിന് ഉള്ളത്, പക്ഷേ അതിൻ്റെ സൈൻ ഒന്ന് മാറും. ചിലപ്പോൾ പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. അപ്പോൾ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ ഇവിടെ ഐയുടെ ജെയുടെയും വാല്യൂ നോക്കുക. ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളമായതുകൊണ്ട് സോ തമ്മിൽ ആഡ് ചെയ്യുക. ഐയും ജെയും ആഡ് ചെയ്താൽ 1 + 1 2 എന്ന് വരും. നേരത്തെ പറഞ്ഞു -1ൻ്റെ പവറിലാണ് i+j വരിക. -1ൻ്റെ പവറിൽ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവും, -1ൻ്റെ പവറിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതെപ്പോഴും നെഗറ്റീവും ആയിരിക്കും. സോ ഇവിടെ പോസിറ്റീവാണ്, 1 + 1 2 ആണ്. 2 ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് എന്തായിരിക്കും, ഇവിടെ +3 തന്നെ ആയിരിക്കും ആൻസർ. സോ P11ൻ്റെ വാല്യൂ +3 എന്ന് കിട്ടി. അതുപോലെ അടുത്ത വാല്യൂ എടുക്കുക, P12 നോക്കുകയാണെങ്കിൽ M12 ആണ് ആദ്യം നോക്കേണ്ടത്. M12 0 ആണ്. 0 ആണ്, എന്തായിരിക്കും, നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് കൊടുത്താലും 0 തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൈൻ നോക്കിയാണ്ട് 1 + 2 എന്ന് പറയുമ്പം 3 എന്ന് വരും. 3 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അടുത്തായിട്ട് M21 എടുക്കുക. M21 വാല്യൂ -4 ആണ്. ഇവിടെ 2ഉം 1ഉം ആഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. സോ പവർ എന്തായിരിക്കും, ഓഡ് നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവാണ് വരുന്നത്. അതായത് -4 എന്ന് വരും. ഈ കിട്ടിയ നമ്പറിൻ്റെ നെഗറ്റീവ് എടുക്കണം. സോ മൈനസും കൂടെ +4 എന്ന് കിട്ടും. നമ്മുടെ കോഫാക്ടർ P21. അടുത്തായിട്ട് M22 എടുക്കുക. അത് +2 ആണ്. ഇവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ 2ഉം 2 ആണ്. അപ്പോൾ 2 + 2ൻ്റെ വാല്യൂ 4 ആയിരിക്കും. ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് പവർ എന്തായിരിക്കും, ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും. സോ കിട്ടുന്ന വാല്യൂ ഏതാണോ അത് തന്നെ, അതായത് 2 തന്നെയായിരിക്കും P22ൻ്റെ വാല്യൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനകത്ത് ഒരു സെക്കൻഡ് പാർട്ട് ചോദ്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 2/2 തന്നെയാണ് തന്നേക്കുക. നമ്മൾ ചെയ്തു വന്ന അതേ മെത്തേഡ്. ഓക്കെ, ഇവിടെ ആൻസറും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. സോ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ P എന്ന് വാല്യൂ എടുത്തു. സോ ഇതൊരു 3/3 ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മൈനീസും കോഫാക്ടേഴ്സും എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വേണ്ടത് M11 എന്ന് പറയുന്ന വാല്യൂ ആണ്. നിങ്ങൾ ഈ ഒരു ആൻസർ ഇവിടെ അപ്പുറം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എടുത്ത് വെച്ച് ചെക്കുക. സോ ആദ്യം വേണ്ടത് M11 ആണ് വേണ്ടത്. M11 എന്ന് പറയുമ്പോൾ A11ൻ്റെ കറസ്പോണ്ടിങ് മൈനറാണ്. A11 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 1 ആണ് കൊടുത്തേക്കുക. സോ 1ൻ്റെ മൈനറാണ് വേണ്ടത്. സോ 3/3 ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് അപ്പോൾ 1 എടുക്കാൻ ചെയ്താൽ മതി. നമ്മൾ 1 വരുന്ന റോയും കോളവും ഒഴിവാക്കുക. ബാക്കി വരുന്ന 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. അവിടെ ബാക്കി 4 വാല്യൂസ് 1 0 0 1 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 × 1 1 മൈനസ് 0 × 0 0 എന്ന് വരും. സോ 1 - 0 1 ആണ് ആദ്യത്തെ വാല്യൂ M11. അടുത്തൊരു വാല്യൂ ഇതാ M21 നോക്കാം. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് അതിവിടെ 0 ആണ്. അപ്പോൾ 0യുടെ മൈനറാണ് M21 എന്ന് പറയുക.
അപ്പോൾ സീറോയുടെ മൈനർ എന്ന് പറയുമ്പോൾ ആ സീറോ വരുന്ന ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ റോയും ഒഴിവാക്കുക. ബാക്കി ഇവിടെ ഉള്ളത് 0 0 0 1 എന്ന് പറയുന്ന 4 എലമെൻറ്റ്. സോ ആ 4 എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 0 × 1 0 മൈനസ് 0 × 0 0 എന്ന് വരും. സോ 0 - 0 0 ആണ്. ദെർഫോർ എന്ത് വരും? നമുക്കിവിടെ M21ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ M31 നോക്കാം. M31 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ്, മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ കോളം. സോ ഇവിടെ ഈ എലമെൻറ്റാണ് 0 തന്നെയാണ്. ഈ ഒരു 0യുടെ മൈനർ എന്ന് പറയുമ്പോൾ ഈ 0 വരുന്ന റോയും കോളവും ഒഴിവാക്കുക. ബാക്കി 4 വാല്യൂസ് ഉണ്ട്. സോ ഈ 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇപ്പോൾ 0 × 0 0 മൈനസ് 1 × 0 0 എന്ന് വരും. സോ അതും തന്നെയാണ് 0 തന്നെയാണ്. ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ M31 എന്ന് പറയുന്ന വാല്യൂം 0 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യുക? ബാക്കി വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ അടുത്ത് എടുക്കേണ്ടത് M12 ആണ്. അതുപോലെ ഒരു എലമെൻറ്റ് അത് വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യാം. ബാക്കി വരുന്ന 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക, അതായിരിക്കും മൈനർ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ എലമെൻറ്റിൻ്റെയും മൈനേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ആ ഒരു എലമെൻറ്റ് വരുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കി 4 വാല്യൂസാണ് ഇവിടെ എഴുതിയിരിക്കുക എല്ലാ എലമെൻറ്റിൻ്റെയും. സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനർ കിട്ടും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ ഇതാണ് -1⁻i + j × Mij. ഞാൻ പറയും എന്ത് ചെയ്യേണ്ട? ഈ ഇക്വേഷൻ നമ്മൾ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് P11 എന്ന് പറയുമ്പോൾ ആദ്യമേ M11 നോക്കുക. M11ൻ്റെ സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഐയുടെയും ജിയുടെയും വാല്യൂ 1 ആണ്. സോ പവർ 2 എന്ന് വരിക. 1 ആഡ് ചെയ്യുമ്പോൾ -1ൻ്റെ പവറിൽ 2 എന്ന് വരും. സോ 2 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ തന്നേക്കുന്ന അതേ വാല്യൂ 1 ആയതുകൊണ്ട് 1 തന്നെയായിരിക്കും P11. അടുത്തായിട്ട് നമുക്ക് P12 ചെക്ക് ചെയ്ത് നോക്കാം. P12 എന്ന് പറയുമ്പോൾ ആദ്യമേ M12 നോക്കുക. M12ൻ്റെ വാല്യൂ 0 ആണ്. 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇനി ഇവിടെ ഐയുടെയും ജിയുടെയും വാല്യൂ 1ഉം 2ഉം ആണ്. സൈൻ നോക്കേണ്ട കാര്യമില്ല, 0 എന്നതായിരിക്കും. 0 തന്നെ ആയിരിക്കും. എങ്കിലും പവർ ഈവൻ ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 0ക്ക് നോക്കേണ്ട കാര്യമില്ല. അടുത്തായിട്ട് P13 നോക്കുക. P13 എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? M13 നോക്കുക. M13യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അവിടെ നിങ്ങൾ സൈൻ നോക്കേണ്ട ആവശ്യമില്ല, 0 ആയതുകൊണ്ട് 0 തന്നെയായിരിക്കും അതിൻ്റെ വാല്യൂ. അടുത്തായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു P22 നോക്കാം. നമുക്ക് P22 എടുക്കുക. അതായത് രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ. സോ ആദ്യം എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ട് M22 നോക്കുക. M22ൻ്റെ വാല്യൂ കിട്ടിയത് 1 ആണ്. ഇനി നമ്മൾ സൈൻ ചെക്ക് ചെയ്യണം. സൈൻ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എടുത്തേക്കുന്ന ഐയുടെയും ജിയുടെയും വാല്യൂ 2,2 ആണ്. സോ രണ്ടോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് വരും. അപ്പം -1ൻ്റെ പവറിൽ 4 വരിക. 4 ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കിട്ടിയിരിക്കുന്ന അതേ വാല്യൂ. സോ 1 തന്നെയായിരിക്കും P22ൻ്റെ വാല്യൂ. സോ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെയും മൈനറും കോഫാക്ടറും ഇവിടുന്ന് എഴുതാൻ പറ്റും. പിന്നെ തൊട്ടടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്ത് തന്നെ വരിക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ ചോദ്യമാണ്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. പറഞ്ഞിരിക്കുന്ന കാര്യം തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. രണ്ടാമത്തെ റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ ചെക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഏതെങ്കിലും റോയിലെയോ അല്ലെങ്കിൽ കോളത്തിലെയോ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മളവിടെ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുക. ആക്ച്വലി നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിപ്പം ഓരോ റോയോ അല്ലെങ്കിൽ കോളമോ മാറി വരുന്നതനുസരിച്ച് ആ ഒരു ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു പാറ്റേൺ പഠിക്കുക. ഇക്വേഷൻ വരുന്നതിൻ്റെ ഒരു പാറ്റേൺ മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അവിടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് സെക്കൻഡ് റോയാണ്. സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് വെച്ചാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അതിപ്പോൾ ആദ്യം ഇവിടെ 2 എടുക്കുക. സെക്കൻഡ് റോ ആയതുകൊണ്ട് സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് 2 ആണ്. ആ 2 × 2ൻ്റെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻറ്റ് 0 × 0യുടെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻറ്റ് 1 × അതിൻ്റെ കോഫാക്ടർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ്റെ പാറ്റേൺ. അവിടെ കൊടുത്തേക്കുന്നത് A21 × അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ ക്യാപിറ്റൽ A21 പ്ലസ് അടുത്ത A22 × ക്യാപിറ്റൽ A22 അതിൻ്റെ കോഫാക്ടർ പ്ലസ് വീണ്ടും അടുത്ത മൂന്നാമത്തെ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടറാണ് ക്യാപിറ്റൽ A33. സപ്പോസ് ഇവർ പറയുന്നത് ഇപ്പം നമുക്ക് നോക്കാം. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മൂന്നാമത്തെ കോളം, ഇതാണ് മൂന്നാമത്തെ കോളം. ഈ മൂന്നാമത്തെ കോളത്തിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് വെച്ചാണെങ്കിൽ ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 8 എടുക്കുക.
8 ഇൻറ്റു 8ൻ്റെ കോഫാക്ടർ. അപ്പോൾ ക്യാപിറ്റൽ എ ഇവിടെ മൂന്നാമത്തെ റോയിൽ മൂന്നാമത്തെ കോളമുണ്ട്, ഒന്നാമത്തെ റോയിൽ മൂന്നാമത്തെ കോളമുണ്ട്, ക്യാപിറ്റൽ എ 1 3 എന്ന് വരും. പ്ലസ് അടുത്ത എലമെൻറ്റ് 1 എടുക്കുക, 1 ഇൻറ്റു 1ൻ്റെ കോഫാക്ടർ പ്ലസ് അടുത്ത 3 ഇൻറ്റു 3യുടെ കോഫാക്ടർ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റോയോ കോളമോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കിപ്പോൾ സെക്കൻഡ് റോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടർ വെച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതാണ്ട് A21 ഇൻറ്റു ക്യാപിറ്റൽ 21 ആണ്. അപ്പോൾ A21 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ നിന്ന് എലമെൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണെന്നുണ്ട്. അടുത്തായിട്ട് ക്യാപിറ്റൽ A21 ആണ് വേണ്ടത്, എന്ന് വെച്ചാൽ ഈ ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ വേണം, അതായത് ഇവിടുത്തെ 2ൻ്റെ കോഫാക്ടർ വേണം. നമുക്ക് നേരത്തെ അറിയാൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് -1 റേസ് ടു i + j ഇൻറ്റു MIJ ആണ് വരിക. അപ്പോൾ നിങ്ങൾ ആ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കിട്ടുന്ന ക്യാപിറ്റൽ A21ൻ്റെ വാല്യൂ 7ഉം, A22 ആണെങ്കിൽ അതും 7, A23 ആണെങ്കിൽ -7 ആണ് കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷന് വാല്യൂ കൊടുക്കുക നമുക്ക്. ഫസ്റ്റ് A21 ഇൻറ്റു ക്യാപിറ്റൽ 21 ആണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 2 ഇൻറ്റു 2ൻ്റെ കോഫാക്ടർ, 2ൻ്റെ കോഫാക്ടർ 7 ആണ്, സോ 2 ഇൻറ്റു 7 എന്ന് വരും. പ്ലസ് അടുത്തായിട്ട് A22 ഇൻറ്റു ക്യാപിറ്റൽ A22 ആണ്. A22 എന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 0 ആണ്. 0 ഇൻറ്റു 0യുടെ കോഫാക്ടർ, 0 കോഫാക്ടർ നമ്മൾ 7 എന്നാണ് കിട്ടിയത്. സോ 0 ഇൻറ്റു 7 പ്ലസ് അടുത്തായിട്ട് വരിക A33 ആണ്. A33 മൂന്നാമത്തെ എലമെൻറ്റ് 1 ആണ്. 1 ഇൻറ്റു 1ൻ്റെ കോഫാക്ടറാണ് വരേണ്ടത്. 1ൻ്റെ കോഫാക്ടർ നമുക്ക് കിട്ടിയത് -7 ആണ്. സോ 1 ഇൻറ്റു -7 എന്ന് കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ 7 എന്നായിരിക്കും കിട്ടുക. ഈ ഒരു ഡിറ്റർമിനൻറ്റിനെ രണ്ടാമത്തെ റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടർ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് റോ വെച്ചിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് കോളം വെച്ചിട്ട് വേണമെങ്കിലും ആ എലമെൻസിൻ്റെ കോഫാക്ടർ വെച്ച് ഒരു ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ വരുന്നത് എന്ത് ചെയ്യണം, ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് എടുക്കുക. ഫസ്റ്റ് എലമെൻറ്റ് 5 ആണ്, 5 ഇൻറ്റു 5ൻ്റെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻറ്റ് 3 ഇൻറ്റു 3യുടെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻറ്റ് 8 ആണ്, 8 ഇൻറ്റു 8ൻ്റെ കോഫാക്ടർ. ഇതായിരിക്കും ആ ഒരു പാറ്റേൺ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതെങ്കിലും എലമെൻറ്റിൻ്റെ കോഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഡിറ്റർമിനൻറ്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. സോ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു എക്സസൈസിലെ.